Hello, my dear students. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓൺടർപ്രണറിയൽ കോമ്പറ്റൻസീസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഓൺടർപ്രണറിയൽ കോമ്പറ്റൻസീസ് ക്ലാസിഫൈഡ് ഇൻ ടു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. പേഴ്സണൽ കോമ്പറ്റൻസീസ് ആയിരുന്നു. അതിൽ 12 കോമ്പറ്റൻസിയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വെഞ്ചർ ഇനീഷ്യേഷൻ ആൻഡ് സക്സസ് കോമ്പറ്റൻസി എന്ന് പറഞ്ഞിട്ട് കോമ്പറ്റൻസീസ് ആണുള്ളത്. വെഞ്ചർ ഇനീഷ്യേഷൻ ആൻഡ് സക്സസ് കോമ്പറ്റൻസീസ്. ഇതിന് ഇങ്ങനെ 2 കോമ്പറ്റൻസീസ് ഉണ്ട്. ഒരു ഓൺടർപ്രണേഴ്സിന് ഈ കോമ്പറ്റൻസി നമുക്ക് രണ്ടായിട്ട് വീണ്ടും പറയാം. ഒന്ന്, ഒരു ഓൺടർപ്രണർ ലോഞ്ച് ചെയ്യാൻ വേണ്ട കോമ്പറ്റൻസീസ്. ഒരു ഓൺടർപ്രണർ ലോഞ്ച് ചെയ്യാൻ വേണ്ട കോമ്പറ്റൻസീസ് ആണുള്ളത്. ഒരു ഓൺടർപ്രണർ ലോഞ്ച് ചെയ്യണമെങ്കിൽ ഓൺടർപ്രണർക്ക് എന്തൊക്കെ കോമ്പറ്റൻസീസ് വേണം? ഓക്കെ, അങ്ങനെ ഒരു 10 കോമ്പറ്റൻസീസിനെ കുറിച്ചിട്ടാണ് ഓൺടർപ്രണേഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ ഓൺടർപ്രണർക്ക് വേണ്ട കോമ്പറ്റൻസിയാണ് ടു അണ്ടർസ്റ്റാൻഡ് ദി നാച്ചർ ഓഫ് ബിസിനസ്. ഇതിനെ എക്സ്പ്ലനേഷനൊക്കെ സെൽഫ് എക്സ്പ്ലനേഷനാണ്. ടെക്സ്റ്റ് ബുക്കിലായിട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് എന്താ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഒരു ഓൺടർപ്രണർ ഹീസ് എബിലിറ്റി അല്ലെങ്കിൽ ഹീ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി നാച്ചർ ഓഫ് ബിസിനസ്. ഏത് ടൈപ്പുള്ള ബിസിനസ്സാണ് അദ്ദേഹം തുടങ്ങേണ്ടത്, ഏത് ബിസിനസ്സിൽ ഏത് നാച്ചറാണ് അങ്ങനെ ഒരു അറിവ്, അങ്ങനത്തെ ഒരു കോമ്പറ്റൻസി ഒരു ഓൺടർപ്രണർക്ക് അത്യാവശ്യമാണ്. എന്താണ് നാച്ചർ ഓഫ് ബിസിനസ്? അതെന്ത് ഏത് നാച്ചറാണ് ബിസിനസ്സിൻ്റെ നാച്ചർ എന്താണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലാക്കണം. ആ കോമ്പറ്റൻസീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി നാച്ചർ ഓഫ് എൻ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കോമ്പറ്റൻസിയാണ് പറയുന്നത് കോമ്പറ്റൻസി ഡിറ്റർമിൻ ദി പൊട്ടൻഷ്യൽ ആസ് എൻ ഓൺടർ. അയാളുടെ പൊട്ടൻഷ്യൽ, ഒരു ഓൺടർപ്രണർ ആവുന്ന പൊട്ടൻഷ്യാലിറ്റീസിനെ കുറിച്ച് അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഓക്കെ, ദെൻ ഒരു നന്നായിട്ട് അതായത് നമ്മൾ ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കും. അയാളുടെ ഒരു ബിസിനസ് നന്നായി പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തിക്ക് അറിയില്ലല്ലോ. ആ കേസസിൽ അയാളുടെ ടെക്നിക്കൽ അസിസ്റ്റൻസ് എവിടെ നിന്നാണ് അവൈലബിൾ, അവിടെ നിന്ന് നല്ല ടെക്നിക്കൽ അസിസ്റ്റൻസ് കിട്ടണം. ദെൻ ഹി ഹാസ് ടു ചൂസ് ദി ടൈപ്പ് ഓഫ് ഓണർഷിപ്പ്. അതായത് ഏത് ടൈപ്പാണ്, ഞാൻ പാർട്ണർഷിപ്പ് ചെയ്യണോ അതോ ഞാൻ സോൾ പ്രൊപ്പറേറ്റർ മതിയോ, ഒരു കമ്പനി ഫോം ചെയ്യണോ, അങ്ങനെ കുറിച്ചുള്ള കോമ്പറ്റൻസി ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. വേർ ടു ലൊക്കേറ്റ് ദി ബിസിനസ്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ കഴിയണം, ബിസിനസ് നന്നായി ഡീൽ ചെയ്യാൻ കഴിയണം. അതുപോലെ ഗവൺമെൻറ് റെഗുലേഷൻസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഇതൊക്കെ വരുന്നത് എൻ്റർപ്രൈസ് ലോഞ്ച് കോമ്പറ്റൻസീസാണ്. നെക്സ്റ്റ് വേണ്ട കോമ്പറ്റൻസീസാണ് എൻ്റർപ്രൈസസ് മാനേജ് ചെയ്യാനുള്ള കോമ്പറ്റൻസീസ്. അതായത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ ആണെങ്കിലും നമ്മളെ പ്രൊഡക്റ്റും സർവീസസും എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, സെയിൽസ് എഫേർട്സ് എങ്ങനെ മാനേജ് ചെയ്യാം, സെയിൽസ് ടീമിനെ എങ്ങനെ ഡീൽ ചെയ്യാം, നന്നായിട്ട് എങ്ങനെ ബിസിനസ് റെക്കോർഡ്സ് നടത്താം, അതുപോലെ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, ക്രെഡിറ്റ് കളക്ഷൻ എങ്ങനെ കാശ് കളക്ട് ചെയ്യുക, എങ്ങനെ ക്രെഡിറ്റ് കൊടുക്കണം, എന്തോരം പീരീഡ് ക്രെഡിറ്റ് കൊടുക്കണം, അതെങ്ങനെ കളക്ഷൻ പീരീഡ് എങ്ങനെയാണ്, അതൊക്കെ മാനേജ് ചെയ്യണം. കാരണം നമുക്കറിയാം റെഡിക്കേഷന് മാത്രം നമ്മൾ ബിസിനസ് സക്സസ് ആവില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കോമ്പറ്റൻസീസ് വേണം. ഇത്രയും കോമ്പറ്റൻസീസാണ് ഓൺടർപ്രണർക്ക് വേണ്ടത്. മുമ്പ് പഠിച്ച കോമ്പറ്റൻസീസും ഈ കോമ്പറ്റൻസീസും നമുക്ക് മിക്സ് ചെയ്ത് എഴുതാം. സക്സസ് ഓൺടർപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, അതും ഇതിൽ മിക്സ് ചെയ്തിട്ട് എഴുതാം. ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സക്സസ് ഓൺടർപ്രണർ, ക്വാളിറ്റി ഓഫ് എ ഓൺടർപ്രണർ എന്നൊക്കെ പറഞ്ഞാലും കോമ്പറ്റൻസീസ് ഓഫ് ഓൺടർപ്രണറൊക്കെ മിക്സ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇതൊക്കെ എഴുതിയാൽ മതി. ഇതാണ് ഇന്നത്തേതിൽ പറയുന്നത്. ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഓൺടർപ്രണറിയൽ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു, എൻ്റർപ്രൈസ് ലോഞ്ച് ക്യാരക്ടറിസ്റ്റിക്സും എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും മുമ്പ് പഠിച്ച ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് മീൻസ് അതേ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സക്സസ്ഫുൾ ഓൺടർപ്രണർ, ക്വാളിറ്റി ഓഫ് എ സക്സസ്ഫുൾ ഓൺടർപ്രണർ മിക്സ് ചെയ്തിട്ടും ഇങ്ങനെ ഡെഫിനേഷൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.